Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweety. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് സുനിത വില്യംസും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തി. ഈ ഒരു പത്രവാർത്തയെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 287 ദിവസം ബഹിരാകാശത്ത് ചിലവിട്ട് 17 മണിക്കൂർ മടക്കയാത്രയ്ക്കു വേണ്ടിയും ചിലവിട്ട് സുനിത വില്യംസും ഒപ്പം ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കേണ്ടിയിരുന്ന ബോയിങ് സ്റ്റാർലൈനർ പേടകം തകരാറിലായതിനെ തുടർന്ന് 9 മാസങ്ങൾക്ക് ശേഷം നാസ ബഹിരാകാശ യാത്രികരായ ബുച്ച് വിൽമോറും സുനിത വില്യംസും ചൊവ്വാഴ്ച സ്പേസ് എക്സ് ക്യാപ്സ്യൂളിൽ ഫ്ലോറിഡയുടെ തീരത്ത് നിന്ന് ഒരു ചെറിയ സ്പ്ലാഷ് ഡൗണോടെ ഭൂമിയിലേക്ക് മടങ്ങി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച വ്യക്തി എന്ന റെക്കോർഡിനി ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്. ഇന്ത്യയുടെ അഭിമാനം വാനോളമുയർത്തി സുനിത വില്യംസ്. സുസ്വാഗതം. ഇനി കരുതലിൻ്റെ നാളുകൾ. 9 മാസം നീണ്ട ബഹിരാകാശ ദൗത്യത്തിനു ശേഷം സുരക്ഷിതമായി ഭൂമിയിലെത്തിയ നാസയുടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും നേരെ നാസയുടെ നേതൃത്വത്തിലുള്ള വിപുലമായ വൈദ്യപരിശോധനകൾക്ക് വിധേയരാകും. ബഹിരാകാശ യാത്രയ്ക്ക് മുൻപുള്ള ശാരീരിക ക്ഷമതയിലേക്ക് ഇരുവരെയും എത്തിക്കുക എന്നതിനാണ് നാസയുടെ പ്രഥമ പരിഗണന. യാത്രികരുടെ മാനസിക ശാരീരിക മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിയിലെ അന്തരീക്ഷവുമായും ഗുരുത്വാകർഷണവുമായും ഇരുവരും പൊരുത്തപ്പെടുന്നതും സസൂക്ഷ്മമായി നിരീക്ഷിക്കും. ബഹിരാകാശ യാത്രികളുടെ മസിലുകളുടെ പ്രവർത്തനം, തുലനാവസ്ഥ, ഗുരുത്വാകർഷണം എന്നിവ ക്രമത്തിലാകുന്നതുവരെ നിരീക്ഷണം തുടരും. പിന്നീട് ഇവരെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ പ്രവേശിപ്പിക്കും. തുടർച്ചയായ ശാരീരിക പരിശോധനകൾ, വ്യായാമങ്ങൾ എന്നിവയിലൂടെ ശാരീരിക ക്ഷമത പൂർവ്വസ്ഥിതിയിലായതിനു ശേഷം മാത്രമേ ഇവരെ വീടുകളിലേക്ക് അയക്കുകയുള്ളൂ. നടത്തം, ശരീരത്തിൻ്റെ ബാലൻസ്, മസിലുകളുടെ ശോഷണം, തിരിയാനും ഇരിക്കാനുമുള്ള പ്രയാസം, മാനസിക പ്രശ്നങ്ങൾ എന്നിവയിൽ ക്ഷമത കൈവരിച്ചു കഴിഞ്ഞതിനു ശേഷമേ ബഹിരാകാശ യാത്രയ്ക്ക് മുമ്പുള്ള ശാരീരിക അവസ്ഥയിലേക്ക് യാത്രികർ മടങ്ങി വരികയുള്ളൂ. നാസയുടെ വിദഗ്ധ ഡോക്ടർമാരുടെ അനുമതിക്ക് ശേഷം മാത്രമേ യാത്രികരെ ആശുപത്രിയിൽ നിന്ന് വിടുതൽ ചെയ്യുകയുള്ളൂ. ബഹിരാകാശവാസത്തിനു ശേഷം ഭൂമിയിലെത്തിയ സുനിത വില്യംസ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചിലവിടുമെന്നാണ് അറിയുന്നത്. മടക്കയാത്ര വൈകിയത് പകരക്കാർ എത്താത്തതിനാൽ. സുനിതയും വിൽമോറും മടങ്ങിയത് 2024 ഡോക്ക് ചെയ്ത സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിലായിരുന്നു. ഈ പേടകത്തിൽ സുനിതയ്ക്കും വിൽമോറിനും തിരികെ വരാൻ 2 സീറ്റുകൾ ഒഴിച്ചിട്ടിരുന്നു. ഈ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ നിക് ഹെഗ്യുവും അലക്സാണ്ടർ ഗോർബനേവുമാണ് ഇന്നലെ സുനിതയ്ക്കും വിൽമോറിനുമൊപ്പം ഭൂമിയിലേക്ക് തിരിച്ചത്. ഇരുവരും നിലയത്തിലെത്തിയ ഉടനെ സുനിതയും വിൽമോറും ഈ പേടകത്തിൽ തിരികെ വരേണ്ടതായിരുന്നു. എന്നാൽ 4 പേർ നിലയത്തിലെത്താതെ ഇരുവർക്കും തിരിച്ചു പോകാൻ നിലയത്തിലെ ചട്ടപ്രകാരം കഴിയുമായിരുന്നില്ല. ഒരു പേടകത്തിൽ 4 പേർ തിരിച്ചു വരണമെങ്കിൽ 4 പേർ പകരം സ്റ്റേഷനിലെത്തണമെന്നാണ് ചട്ടം. ക്രൂ 10 സംഘം എത്തിയതോടെയാണ് ഈ നടപടിക്രമം പൂർത്തിയായത്. ഞായറാഴ്ചയാണ് 4 പേരുമായി ക്രൂ 10 പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്.
2024 ജൂൺ 5 ഇരുവരും ബോയിങ് സ്റ്റാർ ലൈനർ പേടകം വഴി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. എന്തുതന്നെയായാലും ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് വഴി ഇന്ത്യ പുതിയൊരു അധ്യായത്തിനും ചരിത്രത്തിൽ പുതിയൊരു താളിനുമാണ് തുടക്കം കുറിച്ചത്. അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇന്ത്യക്കാർക്ക്. ഒപ്പം കരുതലിൻ്റെയും നാളുകൾ കൂടിയാണ് സുനിത വില്യംസിനും ഒപ്പം നമ്മുടെ ബുച്ച് വിൽമോറിനും. സുസ്വാഗതം രണ്ടുപേർക്കും. നമ്മുടെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.